നമുക്ക് ഏജ് എത്ര ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഏജ് എത്രയായാലും 30 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, അവിടം വരെ ഇപ്പൊ പിടിക്കാം നമുക്ക്, അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറേയേറെ ടിപ്സുകളുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, പല പല ബ്യൂട്ടി പ്രൊഡക്ട്സുകളുണ്ട്, പല പല ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അല്ലേ? ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും അത് ഫോളോ ചെയ്യാം, ഇല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെയും ഇച്ചിരി പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കാതെയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇച്ചിരി സമാധാനത്തിൽ ഇച്ചിരി പേഷ്യൻസോട് കൂടി നോക്കുവാണെങ്കിൽ നാച്ചുറലായ രീതികൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ലൈഫ് സ്റ്റൈലും കൂടി അതുപോലെ ആയിരിക്കണം നമ്മൾ ഇത് ചെയ്യുമ്പോൾ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത് കൊണ്ടോ, ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞത് കൊണ്ടോ, ഒരു യൂട്യൂബേഴ്സ് പറഞ്ഞത് കൊണ്ടോ, കുറെ ബ്യൂട്ടി ടിപ്സ് DIY ചെയ്തത് കൊണ്ടോ നമുക്ക് പ്രയോജനം കിട്ടത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഞാൻ ഇന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറേ DIYയുടെ ക്രീമുകളോ ബ്യൂട്ടി പ്രൊഡക്റ്റുകളോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളോ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളോ നമ്മൾ എടുത്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല. കാരണം നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക തന്നെ ചെയ്യണം. മനസ്സിലായി? ചില കാര്യങ്ങൾ ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ നമുക്കത് ഫലവത്താകത്തില്ല. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ DIY തന്നെ എടുക്കാം, വീട്ടിൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഓരോ നല്ല DIYയുടെ ക്രീമുകൾ എല്ലാം നമ്മൾ പരീക്ഷിക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഒരു 40+ കഴിഞ്ഞവർ, അതിനു മുമ്പേ ചെയ്താലും കുഴപ്പമില്ല, 40+ കഴിഞ്ഞവർ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മൾ ഇത് കാരണം നമ്മളെല്ലാം പുഷ് ചെയ്താലേ നമുക്ക് ഈ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് അതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ DIYയുടെ ക്രീമുകളും മോയ്സ്ചറൈസ് ക്രീമുകൾ, പായ്ക്കുകൾ എല്ലാം ചെയ്യുന്ന ടോണർ എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായും ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കിപ്പം ജോലിയുള്ളവരായിരിക്കും, നമുക്ക് എപ്പോഴെങ്കിലും അതിന് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും, ഇല്ലേ? എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ DIY പായ്ക്കുകളും എന്താണോ നമ്മൾ ചെയ്തുകൂടെ വന്നാൽ നമുക്ക് ശരിക്കും നല്ലൊരു മാറ്റം കിട്ടും. അല്ലാതെ വെറുതെ പായ്ക്കുകൾ ഇട്ടു കഴുകിക്കളഞ്ഞു 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ചെയ്തുകൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനം കിട്ടത്തില്ല. നമ്മൾ ഒരു 40+ കഴിഞ്ഞവര് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കുറേയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊളാജിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഏജുകളാണ് ഈ വരുന്നത്. നമുക്ക് ഏജ് ആകും തോറും അതുവഴി നമുക്ക് നമ്മുടെ ഈസ്ട്രജൻ കുറയും, നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ അതാണ് ഈ ചുളിവുകൾ വരുന്നതും ഏജ് തോന്നിക്കുന്നത്. അപ്പം നമുക്ക് ഈ 40+ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൊളാജിൻ അടങ്ങിയ ഫുഡ് കഴിക്കണം. നമ്മൾ കൊളാജിൻ അടങ്ങിയ ഫുഡുകൾ കഴിച്ചോണ്ട് അത് നമുക്ക് ഏതൊക്കെ ഫുഡിൽ നിന്ന് കിട്ടും? നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് എവിടുന്നൊക്കെ എത്രയൊക്കെ കഴിക്കാൻ പറ്റും, എപ്പോഴൊക്കെ കഴിക്കാൻ പറ്റും, ഏതൊക്കെ സാധനങ്ങൾ കഴിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കൊളാജിൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ തുടങ്ങണം. അതിൽ കൊളാജിൻ അടങ്ങിയ ഫുഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലെമൺ വാട്ടർ. ഫസ്റ്റ് ആയിട്ട് ലെമൺ വാട്ടർ കുടിക്കുക. പിന്നെ ബദാം, ഡ്രൈ ഫ്രൂട്ട്സുകൾ കുറച്ചെങ്കിലും, എല്ലാം കോസ്റ്റ് ആണെന്നറിയാം, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കുക.
വാൾനട്ട്, ബദാം, പിന്നെ ചിയ സീഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെയും കുറെ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോ ഓർത്ത് കിട്ടിയത് പറയുന്നതേ ഉള്ളൂ. നമുക്കളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റി കുറഞ്ഞു വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കൊളാജിൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കാൻ തുടങ്ങണം. രണ്ടാമത്തെ കാര്യം, മസ്റ്റായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദിവസത്തിൽ ഒരു 5 മിനിറ്റ്, എത്രയോ സമയം നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട് ഓരോ കാര്യങ്ങൾ അല്ലേ, എത്ര മണിക്കൂർ ഞാൻ ഉൾപ്പെടെ കളയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഫേസ് യോഗ ചെയ്യാൻ പറ്റും. 5 മിനിറ്റ്, അതിൽ നമുക്ക് 5 മിനിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫേസ് എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഫേസ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഫേസ് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ശരിക്കും ഇതും 5 മിനിറ്റ്, നമുക്കൊരു 5 മിനിറ്റിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ചെയ്താലും അത്ര, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ. പിന്നെ ഇത് മൂന്നും ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, അത് കണ്ടിന്യൂസ് ചെയ്യണം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ ഓരോന്നിനും 5 മിനിറ്റ്, ഓരോന്നും ഒരു 30 സെക്കൻഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വെച്ച് ചെയ്യാം. അത് നിങ്ങളുടെയൊക്കെ ടൈം പരിധി അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇത് ഫേസ് യോഗ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് ഫേസ് മസാജ് കൊടുക്കുക. നമ്മുടെ ഫേസിലൊന്നും മസാജ് ചെയ്യുക. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മേലോട്ട് നമ്മൾ മസാജ് ചെയ്യുക, പിന്നെ ഇങ്ങനെ മസാജ് ചെയ്യുക, പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ ഈ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ മസാജ് ചെയ്യുക, മുകളിലോട്ടേ മസാജ് ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെ, മനസ്സിലായോ, ഇങ്ങനെ ഇങ്ങനെ, പിന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. ഇത് ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യമായി പറയുന്നത്, മനസ്സിലായോ. ഒരു ദിവസം ചെയ്തിട്ട് നിർത്താനല്ല പറയുന്നത്, ദിവസവും നമ്മൾ ഫേസ് എക്സസൈസും ഫേസ് മസാജും ചെയ്യുക. പിന്നെ നമ്മൾ ഈ മസാജ് ചെയ്യാൻ എടുക്കുന്ന ഓയിൽ, ബദാം ഓയിലോ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ബദാം ഓയിൽ, റോസിപ്പ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യാം. അവക്കാഡോ ഓയിൽ മസാജ് ചെയ്യാം, കാസ്ട്രോൾ ഓയിൽ വെച്ച് മസാജ് ചെയ്യാം, പിന്നെ ഒലിവ് ഓയിൽ കൊണ്ട് മസാജ് ചെയ്യും. ഇതൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യാം. ഇതെല്ലാം ഒരുപാട് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഡ്രൈ സ്കിന്നുകാർ ഇച്ചിരി കൂടുതൽ എടുത്താലും ഓയിലി സ്കിന്നുകാർ ഈ മസാജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക. ഏതാ, ഓയിലി സ്കിന്നുകാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക. 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒക്കെ, ഒരു മിനിറ്റ് ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം വെച്ചോണ്ടിരിക്കല്, പെട്ടെന്ന് ഒരു ലുക്ക് വാം വാട്ടറിൽ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകി കളഞ്ഞാൽ മതി. ഈ ഓയിലി സ്കിന്നുള്ളവര്, അത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുഴപ്പമില്ല. ഇതിനെ ഈ മസാജ് ചെയ്യാനായിട്ട് ഇതിലേതെങ്കിലും ഓയിൽ നിങ്ങൾ എടുക്കുക, മനസ്സിലായോ. 4 നമ്മുടെ AM PM രാവിലെയും വൈകിട്ടുമുള്ള സ്കിൻ കെയർ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക, മനസ്സിലായോ. അത് മുടക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ചെയ്താലും മതി. ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ പറയാം, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റും ഉപയോഗിക്കാൻ പറ്റാത്തവരും, മേടിക്കാൻ ഇല്ലാത്തവരും അറ്റ്ലീസ്റ്റ് മുഖം ഒരു ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ട്, ഇനിയിപ്പോൾ ഫേസ് വാഷ് ഇല്ല എങ്കിൽ ഞാൻ ഒരുപാട് ഫേസ് വാഷിന്റെ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും നമുക്ക് ഈവൻ ഒരു പയറുപൊടി എടുത്താലും നമ്മുടെ കടലമാവ് എടുത്താലും അതിലോട്ട് ഇച്ചിരി റോസ് വാട്ടറോ വെറും വെള്ളമോ ഒഴിച്ചിട്ടാലും ഫേസ് വാഷ് ചെയ്യുക, മനസ്സിലാണ്. സോപ്പ് ഉപയോഗിക്കുകയേ ചെയ്യരുത് ഫേസിൽ. ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു റോസ് വാട്ടറിന്റെ ടോണർ അടിക്കോ, അല്ലെങ്കിൽ റോസ് വാട്ടർ വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എന്താണോ ഉള്ളത്, ഗ്രീൻ ടീ ആണെങ്കിൽ ഗ്രീൻ ടീ വെച്ചൊരു വാട്ടർ എടുക്കുക, അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രീൻ ടീ ഒക്കെ എല്ലാ വീട്ടിലും ഇപ്പൊ കാണുമല്ലോ സുലഭമായിട്ട്. ഒന്നുമില്ലെങ്കിലും 2 പുതിനയില ഇട്ട് വെള്ളം എടുത്തിട്ട് അതിന്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ശരിക്കും നല്ലതാണ് നമ്മുടെ ഫേസിന്.
അപ്പം AM റൊട്ടീനും PM രാവിലത്തെയും വൈകിട്ടത്തെയും സ്കിൻ കെയർ നമ്മൾ മുടക്കുകയേ ചെയ്തേക്കല്ലേ. ഈ സ്കിൻ കെയർ രാവിലെയും വൈകിട്ടത്തെ ചെയ്യുമ്പം തന്നെ നമ്മുടെ ഫേസിന് ഒരു ഫസ്റ്റ് എയ്ഡ് ആയി. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ആണെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക, ഒരു ടോണർ ചെയ്യുക, പിന്നെ നമ്മൾ ഏതാണോ സിറം ഉപയോഗിക്കുന്നത് ഒരു സിറം ഉപയോഗിക്കുക. പിന്നെ എന്താ സിറം ഉപയോഗിക്കാത്തവരാക്കാണ് മോയ്സ്ചറൈസർ ചെയ്യുക. ഏതെങ്കിലും സിറം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ സിറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഒരു ക്രീം മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് സൺബ്ലോക്ക് വീട്ടിലിരുന്നാലും പുറത്തു പോയാലും സൺബ്ലോക്കിന്റെ ക്രീം മസ്റ്റ് ആയിട്ട് ഇടുക. പുറത്തു പോകുന്നവരാണെങ്കിൽ 50+ അടങ്ങിയ സൺബ്ലോക്ക് ഇടുക. വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ 50+ താഴെയുള്ളതാണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ ഇടാവുന്നതാണ്, വീട്ടമ്മമാർക്ക് ഇടാവുന്നതാണ്. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം രാത്രിയിലാണെങ്കിൽ നൈറ്റ് സ്കിൻ കെയറിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുക, ടോണർ ചെയ്യുക, മോയ്സ്ചറൈസർ ഇടുക. അതിനു മുമ്പ് നമ്മൾ സിറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സിറമാണ് റെക്റ്റിനോൾ സിറം. മനസ്സിലായോ? നമ്മൾ റെക്റ്റിനോൾ സിറം 40+ കഴിഞ്ഞവർ, 30+ കഴിയുമ്പോഴേ റെക്റ്റിനോൾ തുടങ്ങുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലി അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റിനോൾ സിറം ഇടുക, പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുക. പിന്നെ നമ്മുടെ കണ്ണിന് താഴെ നമ്മൾ എപ്പോഴും കണ്ണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഐ ക്രീം, ഏതെങ്കിലും ഒരു ഐ ക്രീം നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. അഥവാ ഇനി ഐ ക്രീം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ അലോവേര ജെൽ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു 2 ഡ്രോപ്പ് ഒലിവ് ഓയിലും ഒരു ക്യാപ്സൂൾ വൈറ്റമിനിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഐ ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് ഇത്രയും നമ്മൾ AM PM. പിന്നെ നമുക്ക് ഈ രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു സിറം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ടോണർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൈറ്റമിൻ സി സിറം കൂടെ ഉപയോഗിക്കാം. ഞാൻ വൈകിട്ട് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നത് റെക്റ്റിനോൾ സിറവും വൈറ്റമിൻ സി സിറവും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് രാവിലെ നിങ്ങൾ ഉപയോഗിക്കുക. വൈറ്റമിൻ സി സിറം ഉപയോഗിച്ചാൽ മസ്റ്റായിട്ടും പുറത്തു പോകുന്നവർ സൺബ്ലോക്ക് മസ്റ്റായിട്ടും ഉപയോഗിച്ചിരിക്കണം. അഥവാ ഇനി വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡിന്റെ സിറം ഒരു 40+ കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാത്തവര് അഥവാ നമുക്ക് സെറ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡിന്റെ സിറം ഉപയോഗിക്കുക. ഇനി റെക്റ്റിനോൾ സിറം ഉപയോഗിക്കാത്തവർക്ക് ഈവനിങ് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ്റെ കൂടെ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാം. രണ്ടും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കേണ്ടെന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് ഇത് കാരണം നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്നറിയോ? നമ്മുടെ സ്കിന്ന് റിങ്കിൾസ് മാറാനും, നമ്മുടെ സ്കിൻ ടൈറ്റ് ആകാനും, ഇങ്ങനെ സാഗ് ചെയ്യാതിരിക്കാനും, സ്കിൻ നല്ല പോളിഷ് ആകാനും, സ്കിൻ നമ്മുടെ ഈ നല്ലൊരു ഈവൻ സ്കിന്നായിട്ട് നല്ലൊരു ഹെൽത്തി സ്കിന്നായിട്ട് വെക്കാനും നമുക്ക് സാധിക്കും. മനസ്സിലായോ? റിങ്കിൾസ് പോകാനും, ഫൈലൈൻസ് പോകാനും, നമ്മുടെ സ്കിൻ ടൈറ്റ് ആകാനും, സാഗ് ചെയ്യാതിരിക്കാനും, സ്കിൻ വൈറ്റനിങ് ആകാനും ഈ പ്രൊസീജിയർ കൊണ്ട് നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മൾ കുറെ DIYയുടെ പായ്ക്കുകൾ ഇടുന്നോണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യാവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. മനസ്സിലായോ? പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഡെയിലി ഏതെങ്കിലും ഒരു ഫേസ് പായ്ക്ക് ഈ ഇത്രയും റൊട്ടീൻ ചെയ്തു വരുന്നതിൻ്റെ കൂടെ തന്നെ ഈവനിങ്ങിൽ എന്നും നമുക്കൊരു ഫേസ് പായ്ക്ക് ഇടാം. അത് ഏതെങ്കിലും, ഞാൻ ഒരുപാട് പായ്ക്കുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ കുറച്ച് എടുത്ത് പറയാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡെയിലി നമ്മൾ ഇട്ടാൽ ഗുണം കിട്ടുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഡെയിലി ചെയ്താൽ നമുക്ക് ഗുണം കിട്ടുന്ന പായ്ക്കുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന എന്നും ഞാൻ ഈ പറയുന്ന പായ്ക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഇടുക. ആദ്യത്തെ എടുക്കാം, നമുക്ക് എഗ് വൈറ്റ് എടുക്കാം. എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ദിവസം ഇടാം. മനസ്സിലായോ? നിങ്ങൾക്കത് ഫേസിൽ പിടിക്കുന്നതാണെങ്കിൽ
നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് അത് ഇടാം. പിന്നെ രണ്ടാമത്തതാണ് നമ്മുടെ പഴവും തൈരും, അതും ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ അലോവേര എടുക്കുക, ആൽമണ്ട് ഓയിൽ എടുക്കുക, മിക്സ് ചെയ്യുക, ഒരു ക്രീം പോലെ അപ്പം നമുക്ക് കിട്ടും. അത് ഫേസിലൊരു 50 to 20 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. പിന്നെ എന്നാ ചെയ്യാം, പപ്പായ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പപ്പായ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിൽക്കുമായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെയും ഇടാം. പിന്നെ നമ്മുടെ മേടിച്ചുപയോഗിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ പൗഡർ, ഹിബിക്കസ് പൗഡർ, പിന്നെ അതിൻ്റെ കൂടെ ചന്ദൻ പൗഡറും കൂടെ മിക്സ് ചെയ്യുക. റോസ് വാട്ടറിലോ പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഫേസ് പാക്കുകൾ ഉണ്ട് ഇല്ലേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്തു വരിക. അതിൽ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്ക്രബ് ഫേസിന് കൊടുക്കാം, ആഴ്ചയിൽ ഒരു ദിവസം. അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് കോഫി പൗഡറും ആൽമണ്ട് ഓയിലും കൂടെ, അല്ലെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്, ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്കാണ് ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു സ്ക്രബ് കൊടുത്തിട്ട് ബാക്കി എല്ലാ ദിവസവും ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് പാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്മൾ വെറുതെ രാവിലെ എണീറ്റിട്ട് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് നമുക്ക് പോകണ്ട. നമ്മുടെ ഫേസ് എപ്പോഴും 30 വയസ്സിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ 20 വയസ്സിൽ തന്നെ ഇരിക്കും. മനസ്സിലായോ? അത് നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡ് പറയുന്ന പോലെ, നമ്മുടെ ബ്രെയിൻ പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് കേൾക്കുകയുള്ളൂ ഇല്ലേ. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പറയണം നമ്മൾ യങ്ങാണ്, നമ്മൾ ആ യങ് ആയിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരു 40+ കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, വീഡിയോ ഇച്ചിരി നീണ്ടുപോയി, എന്നാലും ഉപകാരപ്രദമുള്ള വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഓക്കെ, പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.